ഇന്ത്യയുടെ മാപ്പൊക്കെ വരച്ചിട്ട് ഈ ഫിസിയോഗ്രഫിക് റീജിയൻസ് നമ്മൾ അതിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് 16% ഏരിയയാണ്. അപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ 16% റീജിയൻ എന്ന് പറയുമ്പോൾ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ മൗണ്ടെയ്ൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലായിട്ടാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസിന്റെ എക്സ്റ്റൻഷൻ വന്നിരിക്കുന്നത്. അത് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയയുടെ 16% ഏരിയയാണ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് കവർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റീജിയൻസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 29% ഏരിയയാണ് നോർത്തേൺ പ്ലെയിൻസിന്റെ കവറേജ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻഡസ് പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻസ്, അതോടൊപ്പം തന്നെ ഗാഞ്ചസ് പ്ലെയിൻസ് ഉൾപ്പെടെ ഏകദേശം 29% ഏരിയയാണ് ടോട്ടൽ ഏരിയ, ഇന്ത്യയുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ റീജിയൻ കവർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ പെൻസിലാർ പ്ലേറ്റോ ആണ് മൂന്നാമത്തെ ഡിവിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റിയത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോഗ്രഫിക്കൽ ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് ഡിവിഷനും ആണ് ഏതാണ് ഇന്ത്യയുടെ പെൻസിലാർ പ്ലേറ്റോ എന്ന് പറയുകയാണെങ്കിൽ. അത് കവർ ചെയ്തിരിക്കുന്നത് 37% ഏരിയയാണ്. ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 37% ഏരിയയാണ് പെൻസിലാർ പ്ലേറ്റോ കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത നാലാമതായിട്ട് വന്നിരിക്കുന്നതാണ് ഇന്ത്യയുടെ കോസ്റ്റൽ പ്ലെയിൻസ്, അറേബ്യൻ സീയുടെയും ബേ ഓഫ് ബംഗാളിന്റെ ഒക്കെ സൈഡിലായിട്ട് വന്നിരിക്കുന്ന വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. അത് കവർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 13% ആണ്, 13% ആണ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഈ കോസ്റ്റൽ പ്ലെയിൻസ് കവർ ചെയ്തിരിക്കുന്നത്. അടുത്ത അഞ്ചാമതായിട്ട് വന്നിരിക്കുന്ന ഫിസിക്കൽ ഡിവിഷനാണ് വെസ്റ്റേൺ റീജിയനിൽ വന്നിരിക്കുന്നത്. നോർത്ത് വെസ്റ്റേൺ റീജിയനിലായിട്ടൊക്കെ വന്നിരിക്കുന്ന ഡിസേർട്ട് കവർ ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും ആയിട്ട് ഏകദേശം ഒരു 5% ഏരിയയാണ്. ഇന്ത്യയുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ 4% ഏരിയയാണ് ഡിസേർട്ടിന്റെ കവറേജ് വന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന ഫിസിക്കൽ ഡിവിഷനാണ് ഐലൻഡ്സ് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 1% റീജിയനിലാണ് ഇന്ത്യൻ ഐലൻഡ്സ് കവർ ചെയ്തിരിക്കുന്നത്.